റെഡ് എഫ് എമ്മിലെ RJ മുസാഫറിൻ്റെ ഒരു വീഡിയോ കണ്ടു. അതിലൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ബ്ലാക്ക് മാർക്കർ ഉപയോഗിച്ചൊരു വട്ടം വരക്കുന്നു. ഒരു ഉറുമ്പിന് ചുറ്റുമാണ് വരക്കുന്നത്. ഈ വട്ടം വരച്ച് കഴിയുമ്പോൾ പിന്നെ ഈ ഉറുമ്പ് ഈ വട്ടത്തിന് പുറത്തേക്ക് പോകുന്നില്ല, ഈ വട്ടത്തിനുള്ളിൽ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇതേ പരീക്ഷണം ഒരു ചിലന്തി ചെയ്തു. ചിലന്തിയുടെ ചുറ്റും വലിയൊരു വട്ടം വരച്ചു. ചിലന്തി ഈ വട്ടത്തിനകത്ത് ഇങ്ങനെ നടക്കുന്നു, പക്ഷേ ലൈൻ ക്രോസ് ചെയ്യുന്നില്ല. പിന്നീട് ഒരു ചെറിയ വട്ടം വരച്ചു. ചിലന്തി ആ വട്ടത്തിനകത്തായി. അങ്ങനെ വരച്ച് ഏറ്റവും ചെറിയ വട്ടത്തിനുള്ളിൽ ഈ ചിലന്തി നിൽക്കുകയാണ്. ചിലന്തി അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ ആ വട്ടത്തിനുള്ളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് ചിലന്തി ഒരു സർക്കിൾ ഇങ്ങനെ ക്രോസ് ചെയ്യുകയാണ്. ഒരു സർക്കിൾ ക്രോസ് ചെയ്ത് ഇപ്പോൾ നടക്കുന്നത് പിന്നെ അത്ഭുതമാണ്. പിന്നെ എല്ലാ സർക്കിളുകളും അത് വളരെ എളുപ്പത്തിൽ ക്രോസ് ചെയ്ത് പോയി. പിന്നീട് വേറെ പേപ്പറിൽ വേറെ മാർക്ക് വെച്ച് വരച്ചു, പല നിറത്തിലുള്ള മാർക്ക് വെച്ച് വരച്ചു. പക്ഷേ ഈ ലൈൻ എല്ലാം തന്നെ ഈ ചിലന്തി ബ്രേക്ക് ചെയ്ത് പോവാണ്. കാരണം ആ ചിലന്തിക്ക് മനസ്സിലായി ഈ വര അത് തലയിൽ മാത്രമാണ്, ഈ തടസ്സം അത് തലയിൽ മാത്രമാണ്, അത് ബ്രേക്ക് ചെയ്യാൻ പഠിക്കുകയാണ്. ഇന്നത്തെ ഗോസ്പലിൽ നമ്മളൊരു സിമിലർ കാഴ്ചയാണ് കാണുന്നത്. പത്രോസും കൂട്ടരും ഒരു ഗലീലി കടലിൻ്റെ വട്ടത്തിലാണ്, ആ വരയിലാണ്. അതിനപ്പുറത്തേക്ക് അവർ കണ്ടിട്ടില്ല, അതിനപ്പുറത്തേക്ക് അവർ അറിയില്ല. പക്ഷെ ക്രിസ്തു വന്ന് അവരുടെ വഞ്ചി കയറി, എന്നിട്ട് പറയാണ് ആഴത്തിലേക്ക് വലയിർക്ക്. അപ്പോൾ പത്രോസ് പറയുന്നുണ്ട്, ഗുരു ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എങ്കിലും നീ പറഞ്ഞനുസരിച്ച് വലയിറക്കാം. അങ്ങനെ മനസ്സോടെ വലയിറക്കാണ്. വല ഇറക്കിക്കഴിഞ്ഞപ്പോൾ ഗലീലി കടൽ മുഴുവൻ ആ വലയിലേക്ക് കയറാണ്. 2 വഞ്ചി നിറയുവോളം മത്സ്യം. വല കീറിപ്പോയെന്ന് പറയാം, വല കീറിപ്പോയി. ഏത് വലയാണ് കീറിയത്? ഇവരുടെ തലയിലുള്ള തടസ്സങ്ങളുടെ വലയാണ് കീറിപ്പോയത്. ഇന്ന് വരെ അവർക്ക് കിട്ടിയ അനുഭവങ്ങളുടെ അറിവിൻ്റെ വല അങ്ങോട്ട് കീറിപ്പോവാണ് കർത്താവിൻ്റെ മുന്നിൽ. പിന്നീട് നമ്മളെന്താ കാണുന്നത്? ക്രിസ്തുവിന് ഉദ്ധാനത്തിന് ശേഷം പത്രോസിൽ നിന്ന് നടത്തുന്ന പ്രസംഗം 3000 പേരാണ് മാനസാന്തരപ്പെട്ടെ. ആ കേട്ടവരൊക്കെ പല ഭാഷക്കാരാണ്, പല ദേശത്തു നിന്ന് വന്നവരാ. പക്ഷെ അവരെല്ലാവരും അത്ഭുതപ്പെടാണ്, ഈ മുക്കുവൻ എവിടെ നിന്ന് ഇത്ര അറിവ്? കർത്താവ് വന്ന് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വലയും നിലനിൽക്കുന്നില്ല. സുന്ദര കവാടത്തിന് മുമ്പിൽ ഒരു മുടന്തനിരിക്കുക. പത്രോസ് വന്നിട്ട് പറയാണ്, സ്വർണ്ണം വെള്ളിയൊന്നും എൻ്റെ കയ്യിലില്ല, പക്ഷെ കർത്താവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അവൻ തുള്ളിച്ചാടി എഴുന്നേറ്റ് പോവാണ്. എന്തൊരു കോൺഫിഡൻസാണ് പത്രോസിൽ! ഇതെവിടെ നിന്നാണ് കിട്ടിയേ? നമ്മളിങ്ങനെ കുറേ വരയൊക്കെ വരച്ച് അതിനകത്ത് ജീവിക്കുകയാണ്. എന്നെക്കൊണ്ട് പറ്റില്ല, എന്നെക്കൊണ്ട് കൂട്ടിയ കൂടത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെയല്ലെന്നേ, കർത്താവിൻ്റെ മുന്നിൽ ഏത് വലയാണ് കീറിപ്പോവാത്തേ?